ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഥുന മാസമാണിന്ന്. മിഥുന മാസം തുടങ്ങിയിട്ട് ആദ്യത്തെ ചൊവ്വാഴ്ചയാണിന്ന്. വളരെ പ്രാധാന്യമേറിയ ദിവസം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാർത്തികയും പൗർണമിയും ഒക്കെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കാർത്തികയും പൗർണമിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു ദിവസമാണ് എന്ത് ചെയ്യുന്നത്, കാർത്തിക ദീപം തെളിയിക്കുന്നത്. ഇവിടെ 3-4 ദിവസങ്ങളിൽ എന്ത് ചെയ്യും, അവർ നല്ലോണം വീടുകളെല്ലാം ചാണകമൊക്കെ ഇട്ട് മെഴുകി, ഓഫീസ് വീടുകളെല്ലാം ചാണകം ഇട്ട് മെഴുകിയതിന് ശേഷം ഒരു 4-5 ദിവസം അവരെന്ത് ചെയ്യാറുണ്ട്, വിളക്ക് വയ്ക്കാറുണ്ട്. വളരെ സന്തോഷം തന്നെയാണ്, വളരെ ആഘോഷമായിട്ട് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ ഇതെല്ലാം കൊണ്ടാടുന്നത്. അതിനിടയിൽ എൻ്റെയും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ആഘോഷങ്ങളും ഞാൻ അതിനിടയിൽ നല്ലോണം ഹാപ്പിനെസ് എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഞാൻ താമസിക്കുന്നിടത്ത് തൊട്ട് എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റും അമ്പലങ്ങളാണ്. എനിക്ക് താഴോട്ട് അങ്ങോട്ട് 2 സ്റ്റെപ്പ് ഇറങ്ങി വെച്ച് കഴിഞ്ഞാൽ ഗണപതി ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം, മുരുകൻ, ശിവൻ എല്ലാം എൻ്റെ ചുറ്റിനും അമ്പലം ഇരിക്കുന്നത്. അതിൻ്റെ നടുക്കാണ് ഞാനിരിക്കുന്നത്. എനിക്ക് എൻ്റെ ജനൽ തുറന്നിട്ട അമ്പലം കാണാം. രാവിലെ അവിടെ പാട്ട് വയ്ക്കുമ്പം അത് കേൾക്കാം. 5 മണിയാകുമ്പോൾ അവിടെ പാട്ട് വയ്ക്കും. അത് കേട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഉണരാറുണ്ട്. അത് കേട്ട് ഞാൻ ആസ്വദിച്ച് കുറേ നേരം കിടക്കാറുണ്ട്. ഇപ്പം ഞാൻ രാവിലെ എന്ത് ചെയ്തു, എഴുന്നേറ്റ് കുളിച്ച് വന്ന് വിളക്കൊക്കെ ഇട്ടതിന് ശേഷമാണ് വീഡിയോ ആയിട്ട് വരുന്നത്. കുറേ ദിവസം കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കരമായ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കേരളത്തിൽ വീടെടുത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് കമൻ്റായിട്ടും വിളിച്ചു ചോദിച്ചൊക്കെ പറയുമായിരുന്നു, നല്ല വീടാണ്, നല്ല വീടാണെന്ന്. ഞാൻ പറയട്ടെ, ഒരിക്കലും ആര് താമസിക്കുന്നത് കണ്ട് ആസ്വദിക്കുക, മനസ്സിൽ വയ്ക്കുക, ആരോടും അസൂയപ്പെടാതിരിക്കുക, അല്ലെ ആരോടും അങ്ങനെ ചിന്തിക്കാതിരിക്കുക. കാരണം എനിക്ക് ആ വീട്ടിൽ തികച്ച് താമസിക്കാനായിട്ട് എന്ത് ചെയ്തില്ല, പറ്റിയില്ല. ഞാൻ ഒരുപാട് പരിണിത ഫലങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ പിന്നിൽ അനുഭവിച്ചു. ഞാൻ ആരെയും കുറ്റമായിട്ട് പറഞ്ഞതല്ല. ആര് എന്ത് ജീവിക്കുന്നോ, ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയട്ടെ, നമ്മൾ അതായത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറേ കേരളത്തിലെ ആളുകളുടെ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരുടെ മറ്റുള്ളവർ ജീവിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കാണുമ്പോൾ, മറ്റുള്ളവരുടെ ഇത് കാണുമ്പോൾ പോയി അസൂയ മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും. നിങ്ങൾ ഒരിക്കലും ഒരാൾ നല്ലതായിട്ട് ജീവിക്കാതെ നിങ്ങൾ വായ കൊണ്ട് പോലും നിങ്ങൾ പറയരുത്. കാരണം അവർ ജീവിച്ചോട്ട്, അവർ സന്തോഷിക്കട്ടെ. എല്ലാവരുടെ ലൈഫിലും ദുഃഖങ്ങളുണ്ടാവും, പക്ഷേ അതിനെ നല്ലോണം ആസ്വദിക്കുന്ന ആളുകളായിരിക്കും. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി ജീവിക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ആ പോസിറ്റീവായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ നെഗറ്റീവുള്ള ആളുകളെയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുന്ന ആളുകൾ നെഗറ്റീവാണെന്ന് എനിക്ക് മനസ്സിലാവുമ്പോൾ, എനിക്ക് മനസ്സിലാവും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ. അപ്പോൾ അങ്ങനെയുള്ളതിൽ നിന്ന് ഞാൻ വിട്ടൊഴിഞ്ഞ് മാറും. അത് ഏത് വലിയ ദേവേന്ദ്രനാണെങ്കിലും ഏത് ആളാണെന്ന് മനസ്സിലാക്കിയാലും ഞാൻ അവിടുന്ന് എന്ത് ചെയ്യും, മാറും. എനിക്ക് അതിലോട്ടൊന്നും ഞാൻ ചെന്ന് ചേരാറില്ലെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല, മൈൻഡ് ചെയ്യാറില്ല. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ ഒന്നാദ്യം ചിന്തിക്കുക. നമ്മൾ ഈ ലോകത്തിലേക്ക് തനിയെ വരുന്നു, തനിയെ പോകുന്നു, തനിയെ ജീവിക്കുന്നു. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ബന്ധങ്ങളെടുത്താലും എല്ലാവരും ഞാൻ പറയുന്നില്ല, ഭാര്യമാരറിയാതെ പല ബന്ധങ്ങളെയും തുടർന്നു കൊണ്ടുപോകുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. എപ്പോഴും ഭാര്യമാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളെ മാത്രം സ്നേഹിക്കുന്നു, ഞങ്ങളെ മാത്രം എന്ത് ചെയ്യുന്നു, തുണയ്ക്കുന്നു, ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടതാണ് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും പുരുഷന്മാരെ നമ്മൾ എന്ത് ചെയ്യരുത്, കയറി അതായത് ഭരിക്കാനും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കയറി ചോദ്യം ചെയ്ത് സംശയിച്ച് ഒരാളെ നോക്കി അല്ലെങ്കിൽ ഒരാളോട് മിണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ അവരെ കൂടുതൽ വറീഡ് ചെയ്യുമ്പോൾ നിങ്ങളറിയാതെ തന്നെ അവരെന്ത് ചെയ്യും, മറ്റ് ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, അവർ പാസ് ചെയ്യും. അത് ഞാൻ വീഡിയോയിൽ വെറുതെ എനിക്ക് വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. 100-ൽ 99%
ലൈഫിൽ പല പല ബന്ധങ്ങളും ഇപ്പം ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ഓഫീസിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് സ്റ്റാഫുണ്ട്. ഇപ്പോൾ ഗൾഫുകാരുടെ ഭാര്യമാരാണെങ്കിൽ അവർക്ക് നാട്ടിലിവിടെ അവർ പലരുമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ പുരുഷന്മാരും എൻജോയ്, ഇതൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ഇതെല്ലാം രഹസ്യമായിട്ട് വളരെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് ഭയങ്കര കൂടുതലായിട്ട് എന്ത് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം ഇതൊക്കെ അവരവരുടെ വ്യക്തിപരമായ വ്യക്തിപരമായിരിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പല നാൾ കള്ളനെ ഒരു നാൾ എന്ത് ചെയ്യും, പിടിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വൈഫിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന്, രണ്ടും ഞാൻ പറയാം, രണ്ട് പേരെയും പരസ്പരം മനസ്സിലാക്കി നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അത് പരസ്പരം പറഞ്ഞ് നിങ്ങൾ ഒത്തൊരുമയിൽ, നിങ്ങളുടെ സന്തുഷ്ട കുടുംബമായിട്ട് നിങ്ങൾ ഒത്തൊരുമയിൽ, ഇപ്പം ഫിസിക്കലി ആയിട്ടാണെങ്കിലും സെക്സ് ആയിട്ടാണെങ്കിലും ഒരു കുടുംബജീവിതത്തിൻ്റെ യഥാർത്ഥം എന്ന് പറയുന്നത് സെക്സിന് വളരെ പ്രാധാന്യം ഉണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്. എന്ന് വെച്ചാൽ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് വളരെ പവിത്രതയാണ്, പവിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മക്കളുമായിട്ടുള്ള ലൈഫ്. അതായത് നിങ്ങളുടെ ഭാര്യയെ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഭാര്യയുടെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഭാര്യയെ ഒത്തൊന്ന് പുറത്ത് പോവുക, ഭാര്യയെ ഒത്തൊന്ന് തുറന്ന് സംസാരിക്കുക, ഭാര്യയെ ഒത്തൊന്ന് നല്ല ഫുഡ് കഴിക്കാൻ പോവുക. ഇതൊക്കെ ലൈഫിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ കുടുംബം സന്തോഷമായി തീരും. നിങ്ങളുടെ വൈഫ്, ചിലപ്പോൾ പെണ്ണുങ്ങളത് പറയത്തില്ല, അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒരിക്കലും പുരുഷനോട് എന്ത് ചെയ്യത്തില്ല, തുറന്ന് സംസാരിക്കത്തില്ല. അതിങ്ങനെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉള്ളിൽ വെച്ച് അത് വലുതാക്കി വലിയ വിഷയങ്ങളാക്കി വേറെ ഒന്നിലേക്ക് ചെന്നെത്തി ആ കുടുംബജീവിതം എന്ത് ചെയ്യുന്നു, തകർന്നു പോകുന്നു. പല ബന്ധങ്ങളും തകർന്നു പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടാവും, ഞാനിങ്ങനെ ചൊവ്വാഴ്ചയും വിളക്കിൻ്റെ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ വളരെ പ്രാധാന്യങ്ങളായ കാര്യങ്ങളാണ്. ദൈവങ്ങൾ പോലും വളരെ സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ്. ഒരു കുടുംബം ജീവിതമൊക്കെ കാണുമ്പം വളരെ സന്തോഷിക്കുന്നതാണ്. ഞാനിപ്പോൾ രാവിലെ ഞങ്ങൾ താമസിക്കുന്ന ഈ റൂമിൻ്റെ ജനൽ ഞങ്ങൾ അടയ്ക്കാറില്ല. ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്ന അമ്പലമാണ്. അത് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഗോപുരം കാണാം. ഇവിടെ നോക്കിയാൽ ഇവിടെ നിന്ന് ഒരു 2 മിനിറ്റ് പോലും നടക്കാനില്ല അങ്ങോട്ടേക്ക്. പിന്നെ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ ഗണപതിയുണ്ട്. നമ്മളിവിടെ കെട്ടിടത്തിൻ്റെ അവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ തൊട്ട് ഗണപതി ഇരിക്കുന്നുണ്ട്, ഇവിടെ അമ്പലങ്ങളിരിക്കുന്നുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ അതായത് ആര്യവേപ്പ് നിൽപ്പുണ്ട്. അതിൽ പല സൈസുള്ള കിളികൾ വരാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ വളരെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്, ലൈഫ് ആസ്വദിക്കുന്നുണ്ട്. ഞാനതൊക്കെ ആസ്വദിക്കാറുണ്ട്. തൊട്ട് താഴെ ആടിനെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എനിക്ക് വേറെ മറ്റു ഒരു വിഷയങ്ങളും, ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ജോലികൾ കഴിഞ്ഞ് എൻ്റെ വിളക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മറ്റൊരു കാര്യങ്ങളും എനിക്കിവിടെ ചിന്തിക്കാനില്ല. നമുക്ക് പ്രകൃതിയായിട്ട് വളരെ ഞാൻ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ ചെയ്തു പോകുന്നു. പ്രകൃതിയായിട്ട് ഞാൻ വളരെ ഇഴുകിച്ചേർന്ന് പോകുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വീടിനെക്കുറിച്ചോ നാടിനെക്കുറിച്ചോ നാട്ടുകാരെക്കുറിച്ചോ ഒന്നും എനിക്ക് ചിന്താഗതികളില്ല. എനിക്ക് എന്നെക്കുറിച്ചും എൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും മാത്രമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റേതായ ലക്ഷ്യബോധമുണ്ട്, എനിക്ക് എൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പം ഞാൻ അതിനെ മുൻനിർത്തി ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ആ പ്രശ്നങ്ങളായിട്ട് കാണാറില്ല. ഒരു പരിധി വരെ, ഒരു സെക്കൻഡ് വരെ, അല്ലെങ്കിൽ ഞാൻ അതിനെ മാനേജ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത വഴികൾ നോക്കി ഞാൻ എൻ്റേതായ കാര്യങ്ങൾ നോക്കി മാന്യമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് തെറ്റ് ചെയ്താൽ മാത്രമേ ഒരാളെ പേടിക്കേണ്ട കാര്യങ്ങളുള്ളൂ. തെറ്റ് ചെയ്യാത്തോടത്തോളം കാലം നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യങ്ങളില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തെറ്റിലേക്ക് പോവാറുമില്ല. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനെല്ലാം മാനേജ് ചെയ്ത് പോകുന്നുണ്ട് നല്ല രീതിയിൽ. എൻ്റെ കൂടെയുള്ള എൻ്റെ ഹസ്ബൻഡിനെയും ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കി. അദ്ദേഹം ഇപ്പം നല്ലൊരു പ്രാപ്തിയായിട്ട് വന്നു കഴിഞ്ഞു. കാരണം ഞങ്ങളുടെ
ലൈഫ് ദാമ്പത്തിക ജീവിതം ഞങ്ങൾ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ മനുഷ്യന്. അതിൽ നിന്നെല്ലാം ഞാൻ റിലീസ് ചെയ്ത് ഭയങ്കരമായ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഭയങ്കരമായ പ്രശ്നങ്ങളിൽ നിന്ന് അതിനെ റിലീസ് ചെയ്ത് കൊണ്ടുവന്ന ആളിപ്പോൾ വളരെ ഹാപ്പിയാണ്. ആൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, ലോകത്തിലിരിക്കുന്ന ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലായി, ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇപ്പോൾ സ്വന്തം കാര്യപ്രാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് അതിൽ അഭിമാനിക്കാം. കാരണം ഞാൻ ഒരാളെയെങ്കിലും നല്ല രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചേർത്ത് വെച്ചിട്ടുണ്ട്, നല്ല രീതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരെയും നിങ്ങൾ ഇടപെടുന്ന ആളുകളെയും നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, എപ്പോഴും ഇടപെടാൻ. അവരുടെ അവരുടെ സംസാരങ്ങൾ, അവരുടെ രീതികൾ, നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സംസാരങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം എന്ത് ചെയ്യുക, ഇടപെടാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ചൊവ്വാഴ്ചയാണ്. രാവിലെ എൻ്റെ വിളക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാനിപ്പം ഇവിടെ ഇരിക്കുന്നു. എനിക്കിനി കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും എന്ത് ചെയ്യണം, അതിനും ഇറങ്ങി എനിക്ക് പോകണം. അപ്പം എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫിൽ ഒരടിസ്ഥാനം ഉണ്ടാക്കി ജീവിക്കുക. ആ അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണ് ഒരു അടിസ്ഥാനം വേണം. ഫസ്റ്റ് നമുക്ക് ആത്മീയ ജീവിതമാണ് മുൻപിൽ. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ ആത്മീയം കാണിക്കണം എന്നല്ല പറഞ്ഞത്. രാവിലെ എഴുന്നേറ്റ് നമ്മളെ വീടും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയാക്കി ഇടുക. എപ്പോഴും മഹാലക്ഷ്മി കടന്നു വരണമെങ്കിൽ നമ്മുടെ മുക്കും മൂലയും എല്ലാം നല്ല രീതിയിൽ പാത്രങ്ങൾ നല്ലോണം കഴുകി വയ്ക്കുക, ഡ്രസ്സുകൾ നല്ലോണം അലക്കി മടക്കി വയ്ക്കുക, വീട് അടിച്ച് തുടച്ചിടുക, അലക്ഷ്യമായി ഇടുക. അതെല്ലാം അടുക്കി പെറുക്കി നിന്ന് വെച്ച് നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് നമ്മുടെ എവിടെയെങ്കിലും പൂജാ റൂം വേണമെന്നൊന്നുമില്ല, എവിടെയെങ്കിലും അതിനായിട്ടൊരു സ്ഥലം നിങ്ങൾ കണ്ടെത്തി അവിടെ ഒരു വിളക്ക് തെളിയിച്ച്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ച് ധൂപം കാണിച്ച് ചന്ദനത്തിരി വെച്ച് ആരതി ഒഴിഞ്ഞ് കർപ്പൂരം കത്തിച്ച് നിങ്ങളിത് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുക്കളയിലും പോയി അടുക്കളയിൽ വിളക്ക് വയ്ക്കുന്ന ആളുകളുണ്ട്, അടുക്കളയിൽ ധൂപം കാണിക്കുന്നവരുണ്ട്, അടുപ്പിനെ കാണിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തു വരുന്നുണ്ട്. പല കാര്യങ്ങൾ ചെയ്തു വരുന്ന പെൺകുട്ടികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അവരുടെ ഭർത്താക്കന്മാർക്കും നല്ല കാലമാണ്. ഒരു ദിവസം അവർ വിളക്ക് കത്തിക്കാതെയും കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അവരുടെ മക്കൾക്കും ഭർത്താവിനും എല്ലാം എന്ത് ചെയ്യും, ഒരു ക്ഷീണം തട്ടും. അപ്പം നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് നിങ്ങളെ വീട്ടിലേക്ക് മഹാലക്ഷ്മീനെ വരുത്തുക. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ വിളക്കൊക്കെ തേച്ച് കഴുകി നല്ലോണം പുതിയ തിരിയൊക്കെ ഇട്ട് നല്ലോണം എന്ത് ചെയ്യുക, വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പോകുക നിങ്ങൾ ലൈഫിൽ. ഇപ്പോൾ ബാച്ചിലറായിട്ട് ഇപ്പോൾ ഞാൻ താമസിക്കുന്നിടത്ത് ഒരു ബാച്ചിലറായിട്ട് താമസിക്കുന്ന ഒരാളുണ്ട്. അയാൾ നല്ല എന്ത് ചെയ്യുന്നുണ്ട്, കാർത്തിക ദീപമാണെങ്കിലും വളരെ പെണ്ണുങ്ങൾ പോലും ചെയ്യുന്നതിനപ്പുറമായിട്ട് അയാൾ എന്ത് ചെയ്യാറുണ്ട്, എവിടുന്നോ കുറച്ച് ചാണകം കൊണ്ടുവന്ന് 2 സൈഡിലും കതകിൻ്റെ അവിടെ ഒട്ടിച്ച് വെച്ചു, അതിൽ വിളക്ക് വെച്ചു, ഒരു തടിയിൽ കൊണ്ടുവന്ന് പച്ചരി ഇട്ടിട്ട് അതിൽ എന്ത് ചെയ്യുന്നു, കാർത്തിക ദീപം തെളിക്കും. അതൊക്കെ അവരവരുടെ വീട്ടിൽ നിന്ന് അവരവരുടെ അമ്മമാർ കൊടുക്കുന്ന കോച്ചിങ്ങാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടുത്തെ മാതാവാണ്, സ്ത്രീയാണ് വിളക്ക് ഒരു വീടിൻ്റെ. സ്ത്രീ നന്നായാൽ എല്ലാം നന്നാവും, മക്കളും നന്നാവും, വീട്ടുകാരും നന്നാവും, എല്ലാവരും നന്നാവും, സാമ്പത്തികവും വരും, എല്ലാം വരും. സ്ത്രീയുടെ അടിസ്ഥാനം ആണ് ഒരു കുടുംബത്തെ ആസ്പദമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ എന്താ പറയുക, വേറൊരു കാര്യം കൂടെ പറയാനായിട്ട് വന്നു. അതെ, ഒരു അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരുപാട് ഒരു മക്കളെ നൊന്ത് പ്രസവിക്കുന്നു, മക്കളോടുള്ള കടപ്പാടുണ്ട്. അല്ലാതെ ഏത് സമയം പണം എന്നും പറഞ്ഞ് ചിന്തിച്ചിരുന്ന് അതിൻ്റെ പുറകിലേക്ക് ഓടി തീർക്കുമ്പോഴത്തേക്കും പല അപകടങ്ങളും എന്ത് ചെയ്യും, ലൈഫിൽ വന്ന് സംഭവിക്കും. നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ നമുക്ക് വരാനിരിക്കുന്ന നന്മകൾ നമ്മളിലേക്ക് വന്നു ചേരും. നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. ചിലരുടെ ലൈഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നാഗദോഷങ്ങൾ, ചൊവ്വാദോഷങ്ങൾ, അങ്ങനെയൊക്കെ കണ്ടകശനി ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, അതിനെ മറികടക്കാനാണ് രാവിലെ എണീറ്റ് കുളിച്ച് വിളക്ക് കത്തിക്കുക, അമ്പലങ്ങളിൽ പോവുക, വഴിപാടുകൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തമാകാൻ എന്ത് ചെയ്യും, പറ്റും. അപ്പം
വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾ ഓരോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്നെ വിലയിരുത്താൻ നിൽക്കരുത്. ഞാനെന്നും എൻ്റെ ആത്മീയ ജീവിതം തന്നെയാണ് എന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. പ്രതികരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ പ്രതികരിക്കും. പ്രതികരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതെല്ലാം എന്ത് ചെയ്യും? ഈ നെഗറ്റീവിനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഒരാളോടുള്ള നെഗറ്റീവിനെ നമ്മൾ പ്രതികരിച്ച് മാറ്റിയില്ലെങ്കിൽ നമ്മളിലേക്ക് ആ നെഗറ്റീവ് എന്ത് ചെയ്യും? വന്ന് നമ്മളെ എന്ത് ചെയ്യും? ഇങ്ങനെ ബുദ്ധിമുട്ടാക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പേളിപാണി പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ കട്ട് പണി എന്ത് ചെയ്യണം? നെഗറ്റീവിനെ നമ്മൾ കട്ട് പണിക്കൊണ്ടിരിക്കുക. നമ്മൾ മുന്നോട്ട് എന്ത് ചെയ്യുക? പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സുകളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക. ഞാൻ ഏതാണെന്ന് പോലും ആരോടും ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ട് തരുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പലരും ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ പല ആളുകളുണ്ട് എനിക്ക്. അപ്പം ഞാൻ അവരെല്ലാം ഒരുപോലെ കാണുന്നു. എല്ലാവരും എനിക്ക് ഒരുപോലെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് മിഥുന മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ്. എല്ലാവരും വിളക്ക് കത്തിക്കുക. നിങ്ങളിപ്പോൾ വിളക്ക് കത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വൈകുന്നേരമെങ്കിലും വിളക്ക് കത്തിക്കാൻ ശ്രമിക്കാൻ. മിക്കവാറും രാവിലെ തന്നെ കത്തിച്ച് ശീലിക്കുക. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. എല്ലാവർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ലൈഫിനെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതെല്ലാം എടുത്ത് ഫോളോ ചെയ്ത് നല്ല രീതിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. വീണ്ടും